ഈസ്റ്റർ ദിനത്തിന്റെ പിറ്റേന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്കക്കാരെ കണ്ണീരിലാഴ്ത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ പിൻഗാമികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ലോകശ്രദ്ധ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യമായ പിൻഗാമികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അടുത്ത പോപ്പ് ആരായിരിക്കും? ഒരിക്കലും ഒരു പോപ്പ് ഉണ്ടായിട്ടില്ലാത്ത അമേരിക്ക ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വച്ചേക്കാമെന്ന ഊഹാപോഹമുണ്ട്. സാധ്യമായ ആദ്യത്തെ ഏഷ്യൻ പോപ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പോണ്ടിഫ് എന്നിവരിൽ ഉൾപ്പെടുന്ന ഫ്രാൻസിസിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള ചില സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. വളരെ രഹസ്യമായി നടക്കുന്ന പാപ്പൽ കോൺക്ലേവിന്റെ ഫലം പ്രവചിക്കുക ശരിക്കും അസാധ്യമാണ്. കാരണം തുടർച്ചയായ വോട്ടുകൾ കാരണം കർദിനാൾമാരുടെ നിലപാടുകൾ മാറി മറിയുന്നു. 2013 അവസാന കോൺക്ലേവിൽ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വളരെ കുറച്ചുപേർ മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ. നിലവിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഈ കർദിനാൾമാരെ കേന്ദ്രീകരിച്ചാണ് ഊഹാപോഹങ്ങൾ വരുന്നത്. ആദ്യം കർദിനാൾ പീറ്റർ എർദോ. തികഞ്ഞ യാഥാസ്ഥിതികവാദിയാണ് കർദിനാൾ പീറ്റർ എർദോ. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായ യാഥാസ്ഥിതിക വീക്ഷണങ്ങളുണ്ട്. ഇവയെ അദ്ദേഹം പലപ്പോഴും എതിർത്തിട്ടുണ്ട്. 72കാരനായ അദ്ദേഹം കൗൺസിൽ ഓഫ് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് യൂറോപ്പിന്റെ മുൻ പ്രസിഡന്റാണ്. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന നടപടി മനുഷ്യക്കടത്തിന് സമാനമാണെന്ന് എർദോ പറഞ്ഞതായി ഇൻഡിപെൻഡന്റിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തത് കർദിനാൾ പിയട്രോ പാരോലിൻ. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള കർദിനാളാണ് പിയട്രോ പാരോലിൻ. അതിനാൽ അടുത്ത മാർപ്പാപ്പയാകാൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. 2013 മുതൽ വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. സഭയ്ക്കുള്ളിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അടുത്തത് കർദിനാൾ മാറ്റിയോ സുപ്പി. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തികളിൽ ഒരാളാണ് കർദിനാൾ മാറ്റിയോ സുപ്പി. 2019 കർദിനാൾ പദവി ലഭിച്ചതിന് ശേഷം നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു സമാധാന ദൗത്യത്തിനിടെ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയെ കാണുകയും അതിനുശേഷം അന്ന് US പ്രസിഡന്റായിരുന്ന ജോ ബൈഡനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനോടും അനുഭാവം പുലർത്തുന്നുണ്ട്. അടുത്തത് കർദിനാൾ റെയ്മണ്ട് ലിയോബർഗ്. വിവാഹമോചനം, പുനർവിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അദ്ദേഹം പരസ്യമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ, സിവിൽ വിവാഹങ്ങൾ, സ്വവർഗാനുരാഗികൾ എന്നീ വിഷയങ്ങളിലെ സഭയുടെ വീക്ഷണങ്ങളോട് അദ്ദേഹം പലപ്പോഴും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്തത് കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗൽ. മനിലയിലെ മുൻ ആർച്ച് ബിഷപ്പായ ടാഗൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കത്തോലിക്ക ജനസംഖ്യയുള്ള ഏഷ്യയിലെ ആദ്യത്തെ പോപ്പ് ആയിരിക്കും. ഒരു കാലത്ത് ഫ്രാൻസിസിന്റെ പിൻഗാമിയായും പരേതനായ പോപ്പിന്റെ പുരോഗമന അജണ്ട തുടരുന്നതിനുള്ള ശക്തമായ മത്സരാർത്ഥിയായും അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു. എന്നാൽ അടുത്തിടെ അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെട്ടതായാണ് തോന്നുന്നത്. സ്വവർഗാനുരാഗികളെയും വിവാഹമോചിതരായ ദമ്പതികളെയും കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് വളരെ കഠിനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷേ ഫിലിപ്പൈൻസിലെ ഗർഭചിത്ര അവകാശങ്ങളെ അദ്ദേഹം എതിർത്തു. ഇനി കർദിനാൾ പീറ്റർ ടർക്സൺ. നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പോപ്പായിരിക്കും ടർക്സൺ. കാലാവസ്ഥാ പ്രതിസന്ധി, ദാരിദ്ര്യം, സാമ്പത്തിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. പൗരോഹിത്യം, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം, സ്വവർഗരതി എന്നിവയെക്കുറിച്ചുള്ള സഭയുടെ പരമ്പരാഗത നിലപാടുകളെ അദ്ദേഹം ശരിവയ്ക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അയഞ്ഞിട്ടുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിയമങ്ങൾ വളരെ കഠിനമാണെന്ന് അദ്ദേഹം വാദിച്ചു. അഴിമതിയെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. കർദിനാൾ ഓസെ ടൊലന്റീനോ കാലക്കാഡി മെൻഡോണ. ഫ്രാൻസിസിന്റെ പിൻഗാമികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് പോർച്ചുഗലിൽ നിന്നുള്ള ടൊലന്റീനോ. സ്വർഗബന്ധങ്ങളെക്കുറിച്ചുള്ള സഹിഷ്ണുതയുള്ള വീക്ഷണങ്ങളോട് അനുഭാവം പുലർത്തുകയും സ്ത്രീകളുടെ പൗരോഹിത്യത്തെ അനുകൂലിക്കുകയും അതുപോലെ തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് ബെനഡിക്ടൈൻ സാഹോദര്യവുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തതിന് അദ്ദേഹം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മിക്ക വിഷയങ്ങളിലും അദ്ദേഹം ഫ്രാൻസിസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കൂടാതെ സഭ ആധുനിക സംസ്കാരവുമായി ഇടപഴകണമെന്നും വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കർദിനാൾ മാരിയോ ഗ്രച്ച്. ഗ്രച്ചിനെ ഒരു പാരമ്പര്യവാദിയായി കണക്കാക്കുന്നു. എന്നാൽ 2013 ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കൂടുതൽ പുരോഗമനപരമായ വീക്ഷണങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ വളർച്ചയ്ക്കും മാറ്റത്തിനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ കാണിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. NGO കപ്പലുകളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രമിച്ച യൂറോപ്യൻ രാഷ്ട്രീയ നേതാക്കളെ അദ്ദേഹം വിമർശിക്കുകയും വനിതാ ഡീക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് കർദിനാൾ പിയർ ബെറ്റിസ്റ്റ പെസബെല്ല. 2020 മുതൽ പെസബെല്ല ജെറുസലേമിന്റെ ലാറ്റിൻ പാട്രിയാർക്കീസ് ആണ്. വിശുദ്ധ നാട്ടിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനു വേണ്ടി വാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന കുട്ടികൾക്ക് പകരമായി പെസബെല്ല സ്വയം ബന്ധിയാകാൻ സ്വയം സമർപ്പിച്ചു. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം 2024 മെയ് മാസത്തിൽ അദ്ദേഹം ഗാസ സന്ദർശിച്ചു. ഫ്രാൻസിസിന്റെ സഭാ നേതൃത്വത്തിന്റെ ചില വശങ്ങൾ അദ്ദേഹം തുടരുമെന്ന് പ്രതീക്ഷിക്കാം. വിവാദ വിഷയങ്ങളിൽ വളരെ കുറച്ച് പൊതുപ്രസ്താവനകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ.
കർദിനാൾ റോബർട്ട് സാര. ഒരു കാലത്ത് ഫ്രാൻസിസിന് സമാന്തര അധികാരിയായി സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പരമ്പരാഗത ഓർത്തഡോക്സ് കർദിനാളാണ് സാര. 2020 ഫ്രാൻസിസിന്റെ അധികാരത്തിനെതിരായ വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടിരുന്ന വൈദിക ബ്രഹ്മചര്യത്തെ ന്യായീകരിച്ച് വിരമിച്ച പോപ്പ് ബെനഡിക്റ്റുമായി സഹകരിച്ച് അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. ഇസ്ലാമിക മൗലികവാദത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടേഴ്സനെ പോലെ നൂറ്റാണ്ടുകളിലെ ആദ്യത്തെ കറുത്ത പോപ്പായി അദ്ദേഹത്തിന് ചരിത്രം സൃഷ്ടിക്കാനും കഴിയും. ഇതിൽ ആരാകും ഫ്രാൻസിസ് ഒന്നാമന്റെ പിൻഗാമി? ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വച്ചതൊക്കെ തുടരാൻ നിശ്ചയദാർഢ്യമുള്ള പരിഷ്കരണവാദിയാകുമോ അതോ യാഥാസ്ഥിതികനാകുമോ? സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വീണ്ടും വെളുത്ത പുക ഉയരും. ആ പുകയ്ക്ക് ലോകമാകെ ഫ്രാൻസിസ് സൃഷ്ടിച്ച ശീതക്കാറ്റിന്റെ മാധുര്യമുണ്ടാകുമോ? ഹെബമസ് പാപ്പം. പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തുള്ള ആ പ്രഖ്യാപനത്തിന് കാത്തിരിക്കാം.